പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മൾട്ടി കളർ സോപ്പാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് അതിൻ്റേതായ ഡ്രസ്സുകൾ ഇറങ്ങാറുണ്ട്. ഫുഡൊക്കെ ആൾക്കാർ ആ കളറിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സോപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഈ ഐഡിയ കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ആശ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ടിരുന്നു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 3 കളറിലുള്ള ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ കളർ അലോവേരയുടെ ബേസാണ്, വൈറ്റ് കളർ ഗോഡ് മിൽക്കിൻ്റെ ബേസാണ്, മറ്റേത് സാൻഡലിൻ്റെ ബേസാണ്. പിന്നെ റോസ് വാട്ടറുണ്ട്, ഗ്ലിസറിനുണ്ട്, വൈറ്റമിൻ ഇ ഓയിലുണ്ട്. പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഫ്ലാഗിൻ്റെ ഒരു ഷേപ്പിൽ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഈ അലോവേരയുടെ ബേസിലും അതുപോലെ സാൻഡലിൻ്റെ ബേസിലും ഞാനൊരു തുള്ളി കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഈ അലോവേരയുടെ ബേസ് ഓൺലൈനായിട്ടാണ് വാങ്ങിയത്. ഇത് ഞാൻ മുമ്പ് വാങ്ങിയ സോപ്പ് ബേസാണ്. അപ്പോൾ ഇതിൽ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ കളർ പിന്നീട് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സാൻഡലിൻ്റെ സോപ്പ് ബേസിൽ അധികം കളറില്ല. അപ്പോൾ ഒന്നുകൂടി നല്ല കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഓറഞ്ച് റെഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓരോ സോപ്പ് ബേസും ഒരു 100 ഗ്രാം അടുപ്പിച്ചാണ് എടുത്തത്. അതായത് ആ 100 ഗ്രാമിൻ്റെ മോൾഡിൽ ഓരോ ലെയറും 30 ഗ്രാം വരത്തക്ക രീതിയിൽ. അപ്പോൾ 90 ഗ്രാം അടുപ്പിച്ച് സോപ്പ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോവേരയുടെ സോപ്പ് ബേസ് ഞാൻ 90 ഗ്രാം എടുത്തു. മറ്റത് രണ്ടും 100 ഗ്രാം അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 100 ഗ്രാമിനകത്ത് നിൽക്കുന്ന സോപ്പ് കിട്ടും. അപ്പോൾ 30 ഗ്രാം വെച്ച് ഓരോന്നും ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ആ ഫ്രണ്ട് ഈ സോപ്പ് ഉണ്ടാക്കിയപ്പോഴേ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓഗസ്റ്റ് 15 കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ഐഡിയ ഞാൻ എൻ്റെ വേറൊരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്തേ. സബിത എന്നാണ് പേര്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ ഇവരെല്ലാം എനിക്ക് യൂട്യൂബ് വഴി കിട്ടിയ ഫ്രണ്ട്സാണ്. അപ്പോൾ അയാളാണ് പറഞ്ഞത് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേക്ക് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കേ, ഇപ്പോൾ അവർക്ക് സെയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് സെയിൽ ചെയ്യാമല്ലോ. അപ്പോൾ തോന്നി അതും ശരിയാണ്. ആർക്കെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് സെയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലേ ഇൻഡിപെൻഡൻസ് ഡേക്ക് മുന്നേ ആയിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇന്ന് തന്നെ ചെയ്യാമെന്ന് കരുതി. കാരണം ഇന്ന് വീഡിയോ എടുത്താലേ എനിക്കത് എഡിറ്റ് ചെയ്ത് നാളെയെങ്കിലും ഇടാൻ പറ്റൂ. അങ്ങനെയാണ് പിന്നെ വിചാരിച്ച് പെട്ടെന്ന് ഇതെന്തായാലും ഇന്ന് തന്നെ എഡിറ്റ് ചെയ്തിടാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് കാണിക്കുക, ചിലപ്പോൾ വാങ്ങും. അപ്പോൾ ഞാനിതാ 3 ബേസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആദ്യം അലോവേരയുടെ ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ മെൽറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിതാ ഈ ഗ്ലിസറിനും വൈറ്റമിൻ ഇ ഓയിലും ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവേണേ ഒഴിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അടുക്കളയിൽ പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. അവിടുത്തെ ട്യൂബ് ലൈറ്റ് ഫ്യൂസായിട്ടേ വെട്ടം തീരെയില്ല. അപ്പോൾ ട്യൂബൊക്കെ ഇനി ഫിറ്റ് ചെയ്യണമെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചേ ചെയ്യാൻ പറ്റും. അപ്പോൾ തൽക്കാലം ഞാനൊരു ബൾബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ വെട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ സോപ്പ് ബേസ് വെച്ച പാത്രം അതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇത് കുഞ്ഞ് ബൗളാണ്. ഞാൻ വലിയ പാത്രം എടുക്കാത്തത് കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ സോപ്പ് ബേസ്. അപ്പോൾ നമ്മൾ ഈ വലിയ പാത്രത്തിലൊക്കെ ഇട്ട് മെൽറ്റ് ചെയ്യുമ്പോൾ അത് ഒഴിച്ച് കഴിയുമ്പോൾ ആ വലിയ പാത്രത്തിൻ്റെ എല്ലാ വശത്തും ഇങ്ങനെ പിടിക്കാനേ കാണും. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞു പാത്രം എടുത്തത്. അപ്പം നമ്മളിങ്ങനെ വെക്കുമ്പോൾ തീ ഒന്ന് കുറയ്ക്കണം. കാരണം ഈ വെള്ളം തിളച്ച് ഈ സോപ്പ് ബേസിലോട്ടൊന്നും വീഴാൻ പാടില്ല. അപ്പോൾ ഈ പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ആ സോപ്പ് ബേസ് വെച്ച പാത്രം അതിലേക്ക് വെച്ചത്. അവിടെ വെട്ടം കുറവായതുകൊണ്ട് ഞാൻ ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ അതൊന്നും ഒഴിക്കാൻ പോയില്ല. ഇവിടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. മെൽറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് കളറ്. ഇതിലേക്ക് ഞാൻ ഒരു തുള്ളി ഗ്രീൻ കളർ കൂടി ആഡ് ചെയ്യും. കോസ്മെറ്റിക് ഗ്രേഡിലെ കളറാണ്. പിന്നെ ഞാനിതാ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതി, ഒരു 100 ഗ്രാമൊക്കെ അല്ലേ ഉള്ളൂ സോപ്പ് ബേസ്, 90 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് റോസ് വാട്ടർ, പിന്നെ ഒരു 4-5 തുള്ളി ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ ഓയിൽ ഇതിലൊഴിക്കുന്നില്ല. നമുക്ക് 3 ബേസും കൂടി ഒരു 300 ഗ്രാം അടുപ്പിച്ചാണുള്ളത്. അപ്പോൾ 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് മറ്റ് 2 ബേസിലുമാണ് ആഡ് ചെയ്യുന്നത്. അടുത്ത് ഞാൻ ഗ്ലിസറിൻ ഒഴിക്കുന്നുണ്ട്. ഈ 90 ഗ്രാം ബേസിലേക്ക് ഒരു 3-4 തുള്ളി, ഒരു 4-5 തുള്ളി വന്നു, അത്രയും ഒഴിച്ചു. ഇനി ഫ്രാഗ്രൻസ് ഓയിലാണ്. അപ്പോൾ ഞാൻ പോൺസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഇതിലൊഴിച്ചത്. അപ്പോൾ പോൺസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒരു തുള്ളി ഗ്രീൻ കളർ ഒരു തുള്ളിയാണ് ഒഴിച്ചത്. അങ്ങനെ ആകുമ്പോൾ ആ സോപ്പിലേ നല്ലൊരു ഗ്രീൻ കളറും ആയിരിക്കും. പിന്നീട് ആ കളർ ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പോൺസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 3 ക്യാവിറ്റിയിലായിട്ട് ഒഴിക്കാം. അപ്പോൾ പോൺസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ ഒരു 4-5 തുള്ളി ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക.
ഇപ്പോൾ കുറച്ച് സമയമായപ്പോൾ പാടയൊക്കെ മുകളിൽ വന്നേ. നമുക്കിത് വേണമെങ്കിൽ ഈ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ആ ചൂടുവെള്ളത്തിൽ വെച്ചൊന്ന് മെൽറ്റ് ചെയ്യാം. ഞാനീ ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചതുകൊണ്ട് പിന്നെ മെൽറ്റ് ചെയ്യാൻ പോയില്ല. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണല്ലോ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ ഓരോന്നും ഇങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങ് കൊണ്ടുവന്നു, പിന്നെ ഈ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ എടുത്തുകൊണ്ട് വന്നു, അങ്ങനെയൊക്കെ കുറച്ച് സമയം ഈ വീഡിയോ എടുക്കുമ്പോൾ പോകും. അപ്പോൾ ഇതാ 3 ക്യാവിറ്റിയിലായിട്ട് ഞാൻ ഒഴിക്കുകയാണ്. അപ്പോൾ ഈക്വലായിട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി 2 എണ്ണം മതിയായിരുന്നു, 2 എണ്ണത്തിലായിട്ട് ഒഴിച്ചാൽ മതിയായിരുന്നു. കാരണം അതിൻ്റെ ഒരു വീതി കുറവായിട്ട് തോന്നി. അപ്പോൾ തീരെ ഇനി വീതി ഇല്ലാതെ ഈ ഗ്രീൻ കളറിന് കാണാതാവുമോ എന്നൊക്കെ തോന്നി. പിന്നെ 3 എണ്ണത്തിലായിട്ട് ഒഴിച്ചു. ഇനി ഇതൊന്ന് കുറച്ച് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബേസ് മെൽറ്റ് ചെയ്ത് ഒഴിക്കണം. നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ ഈ അലോവേരയുടെ ബേസിന് മുകളിൽ ഒരു പാട പോലെ കാണുമല്ലോ എന്ന് വെച്ചിട്ട് ഒഴിക്കാൻ നിൽക്കണ്ട. കാരണം നമ്മളിതിങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഫോഴ്സിൽ ആ പാടയങ്ങ് മാറിയിട്ട് രണ്ടും കൂടി മിക്സ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉറച്ചതിന് ശേഷം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇത് കുറച്ച് സെറ്റായതിന് ശേഷം മാത്രമേ മെൽറ്റ് ചെയ്യുന്നുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഈ ഗോഡ് മിൽക്കിൻ്റെ ബേസ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റാവാൻ തുടങ്ങും. അങ്ങനെ എൻ്റെ കുറേ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് പിന്നീട് അടുത്ത ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ആ സമയം ഇതെല്ലാം നല്ല രീതിയിൽ ഉറച്ചേ. അപ്പോൾ ഇളക്കിയെടുക്കാൻ പരുവത്തിന് നല്ല രീതിയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ആ വീതിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, ആവശ്യത്തിന് വീതിയിൽ കിട്ടിയോന്നേ. അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഉറച്ച് മീതെയൊക്കെ നല്ല രീതിയിൽ ഉറച്ചു. ഇനി നമുക്ക് ഗോഡ് മിൽക്ക് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മെൽറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, നേരത്തെ ഞാൻ മെത്തേഡ് കാണിച്ചു തന്നല്ലോ. അതുമാത്രമല്ല അതവിടെ ഇരുട്ടുകൊണ്ട് കാണാനും പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഗോഡ് മിൽക്ക് മെൽറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചേർത്തതെന്ന് കാണിക്കാം. മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ അല്പം റോസ് വാട്ടർ, ഗ്ലിസറിൻ, പിന്നെ ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട്. പിന്നെ അടുത്ത വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ സാൻഡലിൻ്റെ സോപ്പ് ബേസിലേക്കാണ് ഒഴിക്കുന്നത്. റോസ് വാട്ടറും ഗ്ലിസറിനും എല്ലാം കുറച്ച് മതി, കാരണം നമ്മൾ 3 ബേസിലും ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒഴിക്കാൻ പോകണ്ട, 3ലും കൂടെ ആകുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും ഒഴിച്ചു. ഇനി ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഞാൻ പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി ഫ്രാഗ്രൻസ് ഓയിൽ കൂടി ഒഴിച്ചാൽ മതി. അപ്പോൾ ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു. ഇനി നേരത്തെ ചെയ്തതുപോലെ ഇതിലും ഒരു 3-4 തുള്ളി ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു. ഇത് 100 ഗ്രാം ഉണ്ട് ഈ ബേസേ, ഗോഡ് മിൽക്കിൻ്റെ. അത് നമ്മൾ 3 എണ്ണത്തിലായിട്ട് ഒഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. മറ്റുള്ള ബേസിനേക്കാളും ഗോഡ് മിൽക്കിൻ്റെ ബേസ് അല്പം കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 3 എണ്ണത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ബാക്കി വന്നു. അത് ഞാൻ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് 3 എണ്ണത്തിലായിട്ട് വീണ്ടും ഒഴിച്ചു. അപ്പോൾ 2 കളറായി. ഇനി ഒരു കളർ കൂടി ഒഴിച്ചിട്ട്, എനിക്കിതൊന്ന് എടുക്കാൻ ഒരു വെപ്രാളമായിരുന്നേ, എങ്ങനെയാണ് കിട്ടുന്നത്, നല്ല രീതിയിൽ കിട്ടുമെന്നൊക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാലേ സമാധാനമാവും. അപ്പോൾ രാത്രി ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഒരു 10:30 മണിയാണിപ്പോൾ. അപ്പോൾ 3 മണിക്കൂറാകുമ്പോൾ എന്തായാലും നമ്മൾ ഉറങ്ങുന്ന സമയമായി. അപ്പോൾ രാവിലെ മാത്രമേ ഇനി നമുക്ക് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഗോഡ് മിൽക്കിൻ്റെ ബേസും ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാൻഡലിൻ്റെ ബേസ് കൂടി മെൽറ്റ് ചെയ്ത് ഒഴിക്കണം. അപ്പോൾ ഇത് സെറ്റാവുന്ന സമയത്ത് ഞാൻ അടുത്ത ജോലിയിലേക്ക് പോകും. അപ്പോൾ എനിക്ക് 2-3 ബോട്ടിൽ റോസ്മേരി വാട്ടർ റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജോലിയായിട്ടൊക്കെ ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞ് ഈ സാൻഡലിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുത്തു. അപ്പോൾ സാൻഡലിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു തുള്ളി ഓറഞ്ച് റെഡ് കളർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റെഡ് കളർ എന്ന് പറയുന്നത് ഫുഡ് കളറല്ല, കോസ്മെറ്റിക് കളറാണ്. അപ്പോൾ ഇതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ചു. അല്പം റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു തുള്ളി ഓറഞ്ച് റെഡ് കളറാണ് ചേർക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. നിങ്ങൾ ഗ്ലിസറിൻ, റോസ് വാട്ടർ ഇതൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഈ കളർ ഇതുകൂടി ചേർത്തപ്പോൾ നല്ലൊരു ഡാർക്ക് കളറായി. അപ്പോൾ സോപ്പിനും കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരു തുള്ളിയാണ് ഞാൻ ഒഴിച്ചത്. അത് കഴിഞ്ഞ് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ് ഒഴിച്ചത്. അപ്പോൾ ഇതെല്ലാം ചേർത്തു. ഇനി ഫ്രാഗ്രൻസ് ഓയിൽ കൂടി ചേർക്കണം. അപ്പോൾ ഒരു 3-4 തുള്ളി നേരത്തെ ചെയ്തതുപോലെ ഫ്രാഗ്രൻസ് കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് കിട്ടിയെന്നുകൂടി നോക്കാം. അപ്പോൾ ഇത് നല്ല കളറില്ലേ. ഈ കളറൊക്കെ ചേർത്ത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പിന് നല്ലൊരു എടുപ്പാണ്.
പിന്നെ നമുക്ക് കളറൊന്നും ചേർക്കണ്ടെന്നുള്ളവർക്ക് ചേർക്കണ്ട. നമ്മൾ വീഡിയോയ്ക്ക് എടുക്കുമ്പോഴും നമ്മൾ ട്രൈ കളർ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ ഭംഗി വരണമെങ്കിൽ ഇതുപോലെ കളറൊക്കെ ചേർക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ വെള്ള കളറിൽ മങ്ങിയ നിറത്തിലായിരിക്കും ആ ഓറഞ്ചും പച്ചയൊക്കെ കാണുന്നത്. ആ ഓറഞ്ച് കളറിൽ മാത്രം കാണാനും നല്ല രസമായിരുന്നു സോപ്പ് ഇങ്ങനെ ഒഴിച്ച് വെച്ചിരിക്കുന്നത് കാണാനേ. അപ്പോൾ ഇനി നമുക്കിത് സെറ്റായി കഴിഞ്ഞിട്ട് നാളെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ ഇതിനു മുന്നേ ഞാനൊരു സ്വദേശിയുടെ ക്ലാസ്സിന് പോയ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ഞാൻ വീണ്ടും പോയി കേട്ടോ സ്വദേശിയിൽ. ഞാൻ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനേ. അപ്പോൾ ഓഗസ്റ്റ് 4-നാണ് അത് അവസാനിച്ചത്. അപ്പോൾ അതിനു മുന്നേ പോയി വീണ്ടും കുറച്ച് മഞ്ചിഷ്ട പൗഡർ, പിന്നെ നാടൻ ഉൽപ്പന്നങ്ങൾ, അതുപോലെ താളിപ്പൊടി ഇങ്ങനെയൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞു, ഒരുപാട് പേര് ക്ലാസ്സിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ നമ്പർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ സാറിനോട് ചോദിക്കാം. അപ്പോൾ ഞാൻ നമ്പറൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് സോപ്പ് ഒഴിച്ചതിന് ശേഷം. ഇനി നമുക്ക് രാവിലെ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ രാവിലെ ഞാനിതൊന്ന് ഇളക്കിയെടുക്കാൻ പോവുകയാണേ. മക്കളെ സ്കൂളിലേക്ക് അയക്കാനുള്ള ജോലിയൊക്കെ ഉണ്ട്, എന്നാലും എനിക്കിതൊന്ന് എടുത്ത് നോക്കിയാലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കുകയാണേ എങ്ങനെയാണെന്ന്. ഇതിങ്ങനെ മോൾഡിൽ നിന്ന് എടുത്ത് ആ സൈഡിൽ ആ 3 കളറും കണ്ടപ്പോഴേ എനിക്ക് നല്ല ഇഷ്ടമായേ. കാരണം ഞാൻ വിചാരിച്ചു ഇനി ഓരോ ലെയറും എങ്ങനെയാണ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമെന്നേ. പക്ഷെ അങ്ങനെയൊന്നും തോന്നിയില്ല. ഇതിൽ ചിലത് വൈറ്റ് കളർ കുറച്ച് കൂടുതലാണ്, എന്നാലും തീരെ വൃത്തികേടൊന്നും ആയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഗ്രീൻ കളറൊക്കെ നല്ല രസമുണ്ട് കാണാനേ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പുതിയ കാര്യമൊക്കെ നല്ല ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എനിക്ക് മക്കളെയൊക്കെ വിളിച്ചൊന്ന് കാണിക്കണം. പക്ഷെ 2 പേരും ഉറക്കം. പിന്നെ ഞാൻ എൻ്റെ ജോലിയിലോട്ടൊക്കെ പോയിട്ട് മോൾ റെഡിയായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത് കൊണ്ട് കാണിച്ചു. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സോപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സോപ്പൊക്കെ ഉണ്ടാക്കി പുറത്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇനിയും 3 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ സോപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഈ സോപ്പേ മുകളിൽ താമസിക്കുന്നവരെ കാണിച്ചേ. ഞാൻ സ്പെഷ്യൽ സോപ്പൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കാണിച്ച സമയത്ത് വേറൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത് എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട്, ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വേണം, വൈകുന്നേരം വന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് സോപ്പ് തന്നെ എനിക്ക് സെയിലായിട്ടുണ്ട്. ഇനി അത് വന്ന് വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിതുണ്ടാക്കിയെന്നും അതുപോലെ മറ്റുള്ളവർക്ക് സെയിൽ ചെയ്തു എന്നുള്ള മെസ്സേജാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ സ്റ്റാറ്റസ് വയ്ക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും വേണ്ടി ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അതെങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബാക്കി കൂടി നിങ്ങൾ കാണണേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.